KASന് ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? എല്ലാവർക്കും അറിയാം, ഇനി ഒരു 3 മാസം മാത്രമാണ് നമ്മുടെ മുൻപിലുള്ളത്. പല കുട്ടികൾക്കും അതുകൊണ്ട് തന്നെ ഈ പരീക്ഷ എഴുതണമോ എഴുതണ്ടയോ എന്ന കൺഫ്യൂഷൻ ആയിരിക്കാം. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ 3 months നമ്മൾ എഫക്റ്റീവായിട്ട് KASന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നതാണ്. അതായത് ഈ 3 മാസം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് സമയം ലഭ്യമാവുക. അപ്പോൾ ഇത് എഴുതണോ എഴുതണ്ടയോ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും ഒരുപോലെയാണ് സമയമെങ്കിൽ ഈ എക്സാമിനായി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ലഭ്യമായ സമയം ഒന്നാണ്. ഇനി എങ്ങനെ നമുക്ക് 3 മാസത്തിൽ എഫക്റ്റീവായി പ്രിപ്പയർ ചെയ്യാം? ഫസ്റ്റ് തിങ്, നിങ്ങൾ ഈ എക്സാമിന് തയ്യാറെടുക്കുമ്പോൾ അതിൻ്റെ സിലബസ് ആദ്യം നോക്കുക. ആ സിലബസിൽ ഏതൊക്കെ സബ്ജക്ട്സ് കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഓരോ സബ്ജക്റ്റിലെയും മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതിനുശേഷം ആ സിലബസിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. രണ്ടാമത്തേതായി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് നമ്മൾക്ക് ഒരേ ഒരു കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ 2020 നടന്ന എക്സാമിന്റെ. ആ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുക. ആ ക്വസ്റ്റ്യൻ പേപ്പറിന് പുറമെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ ഒരു 5 വർഷത്തെയോ അല്ലെങ്കിൽ മുൻപേ ഉള്ള ഒരു 10 വർഷത്തെയോ UPSC ക്വസ്റ്റ്യൻ പേപ്പറുകൾ അനലൈസ് ചെയ്യുക. ദെൻ കഴിഞ്ഞ 2 വർഷങ്ങളായി നടക്കുന്ന ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് PSC പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് കോർ ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യണം. കാരണം നമുക്കറിയാം KASന്റെ സിലബസ് എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് സിലബസ് ആണ്. അത് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് കോർ ഏരിയാസ് ഈ പറയുന്ന പരീക്ഷാ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യുക. ആ കോർ ഏരിയാസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മുടെ UPSC എക്സാമിനേഷൻ ആണെങ്കിലും PSC എക്സാമിനേഷൻ ആണെങ്കിലും മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരിക. പക്ഷേ കഴിഞ്ഞ KASന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാൽ വ്യക്തമാണ്, വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യം തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്ട്രാറ്റജിക് ആയിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സെറ്റാക്കുക. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ മെയിൻസ് ഇപ്പോൾ അധികം ഫോക്കസ് ചെയ്യേണ്ടതായിട്ടില്ല. കുറേ കുട്ടികൾക്ക് മെയിൻസ് എങ്ങനെ എഴുതണം, മെയിൻസിന് വേണ്ടി ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യണ്ടേ എന്നുള്ള ചിന്തകളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു ആവശ്യവുമില്ല. നിങ്ങളിപ്പോൾ മെയിൻസിനെ കുറിച്ച് കൂടുതൽ ആവലാതിപ്പെടാതെ പ്രിലിംസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പ്രിലിംസ് കഴിഞ്ഞ് നമുക്ക് 2 മാസത്തിനടുത്ത് നമുക്ക് സമയം കിട്ടുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി? മെയിൻസിന് വേണ്ട പ്രിപ്പറേഷൻസ് ചെയ്താൽ മതി. അപ്പോൾ കോർ ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യുക. ആ കോർ ഏരിയാസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ആ കോർ ഏരിയാസ് ഫസ്റ്റ് പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക. ഇനി PSC പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് അവർ സെക്രട്ടേറിയറ്റ് എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ എക്സാം നടക്കാൻ പോകുന്നത് May 24 അതേസമയം UPSC എക്സാമിനേഷൻ ആണെങ്കിൽ May 25 അപ്പോൾ ഈ 2 പരീക്ഷകൾക്കായി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ആ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. അതിനിടയിൽ എങ്ങനെ KASന് പ്രിപ്പയർ ചെയ്യും എന്നൊരു ചിന്തയുണ്ട്. നിങ്ങൾ ഈ 2 എക്സാമിനും പഠിക്കുന്ന സബ്ജക്ട്സും ടോപ്പിക്സും KASൽ ഉൾപ്പെടുന്നുണ്ട്. അതിനു പുറമെ കുറച്ച് ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇപ്പൊ PSC പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഇന്റർനാഷണൽ റിലേഷൻസ് പോലെയുള്ള സബ്ജക്ട്സ് നിങ്ങൾ അവിടെ പഠിക്കുന്നില്ല. ഈ സബ്ജക്റ്റ് നിങ്ങൾ എക്സ്ട്രാ പഠിക്കണം KASന് വേണ്ടി. അതേസമയം UPSC പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അവിടെ കേരള ജോഗ്രഫി, കേരള ഹിസ്റ്ററി, കേരള ആർട്ട് ആൻഡ് കൾച്ചർ പോലെയുള്ള സബ്ജക്ട്സ് നമുക്ക് പഠിക്കാനില്ല. അത് നമുക്ക് എക്സ്ട്രാ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഈ നിങ്ങൾ അവിടെ പഠിക്കാത്ത ടോപ്പിക്കുകൾ അതിനു വേണ്ടി കുറച്ച് സമയം കണ്ടെത്തി പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങളുടെ എക്സാമിന് ശേഷമുള്ള ഒരു 2 ആഴ്ച, ആ 2 ആഴ്ച നിങ്ങൾ ഈ സബ്ജക്റ്റുകൾക്കായിട്ട് ഫോക്കസ് ചെയ്യുക. ബാക്കി സബ്ജക്റ്റുകൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എക്സാമിന് വേണ്ടി വൃത്തിയായി പഠിച്ച് തീർക്കുക. ഇതിന് പുറമെ, ഈ പഠനത്തിന് പുറമെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അനലൈസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഓരോ ടോപ്പിക്ക് പഠിച്ച് തീർക്കുമ്പോഴും മോക്ക് ടെസ്റ്റ് ചെയ്യണം. ആ മോക്ക് ടെസ്റ്റ് കഴിയുന്നതും UPSC മോക്ക് ടെസ്റ്റുകളോ അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള PSC ഡിഗ്രി ലെവൽ തലത്തിലെ മോക്ക് ടെസ്റ്റുകളോ ചെയ്തു നോക്കുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ എക്സാം സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഹാർഡ് വർക്ക് മാത്രം പോരാ, സ്മാർട്ട് വർക്കും ആവശ്യമാണ്.